ഹായ് ഹലോ ഗ്രീൻ ട്വൽവിൻ്റെ പുതിയൊരു വീഡിയോയ്ക്കല്ലേ സ്വതം. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്, 9-ാം തീയതിയാണ്. അപ്പോൾ ഈ ദിവസമാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മണ്ണുത്തിക്കാണ്. നമുക്ക് താറാവുകൾ വേണം. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നമുക്ക് കിട്ടിയത് മൊത്തം നാടൻ കോഴികളാണ്. അപ്പോൾ ഇതിൽ കഴുത്തിൽ വെപ്പില്ലാത്ത കോഴികളൊക്കെ ഇവിടെ ലൈറ്റിൽ ഇട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ തരം കോഴികൾ, മുട്ടക്കോഴിയൊക്കെ ഉണ്ട്, ഇറച്ചി കോഴിയാണ്. അപ്പോൾ അവറ്റങ്ങളൊക്കെ ഒരു ബ്രൂഡറിൽ ഇട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമുള്ളതിനെ ഇതിൽ നിന്ന് എടുത്തിട്ട് അവിടെ പോയിട്ട് കണക്ക് പറയണം. എത്ര കോഴിയാണെന്ന് വെച്ചാൽ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കൊടുത്തിട്ട് നമുക്ക് വാങ്ങിയിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ നമ്മളിത് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ 2 ടൈപ്പ് കോഴിയുണ്ട്. 90-ാം കോഴിയുണ്ട്, 60-ാം കോഴിയുണ്ട്, പിന്നെ കഴുത്തിൽ വെപ്പമില്ലാത്ത കോഴിയുണ്ട്, പിന്നെ ഇറച്ചി കോഴിയുണ്ട്, പിന്നെ ടർക്കി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്ന് എടുക്കണം. ഞാൻ വിചാരിച്ചേക്കണമെന്ന് വെച്ചാൽ കഴുത്തിൽ വെപ്പില്ലാത്തതിൻ്റെ ഒരു ഫാമാക്കി എടുക്കണം. അങ്ങനത്തെ രീതിയിൽ നമ്മൾ കഴുത്തിൽ വെപ്പില്ലാത്ത വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ഇതാണ് ഇറച്ചി കോഴി കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 5 ഇറച്ചി കോഴിനെ വാങ്ങിക്കണം. ഇത് ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സാസോ കോഴി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് തിരിച്ചിട്ടേക്കാണ്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. സാധാരണ കോഴി ഒരു 3 എടുത്തിട്ടുണ്ട്, കഴുത്തിൽ വെപ്പില്ലാത്തൊരു 7 എടുത്തിട്ടുണ്ട്, പിന്നെ ഇറച്ചി കോഴി ഒരു 5 എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇത് എടുത്തേക്കണത്. ബുധനാഴ്ച ദിവസം മാത്രമാണ് ഇവിടെ ആൾക്കാർക്ക്, പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വന്ന് വിൽക്കാനുള്ള അവസരം ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ചേട്ടന്മാർ മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ അവരെല്ലാം കോഴികളാണ് ഇതൊക്കെ മാസങ്ങളും ദിവസങ്ങളൊക്കെ എത്തിയതാണ്. അപ്പോൾ ഇതിന് അതിൻ്റേതായ റേറ്റ് ഉണ്ട്. ഫാൻസി കോഴികളൊക്കെ ഉണ്ട് ഇതിൽ. എല്ലാത്തരം ഫാൻസി കോഴികളും താറാവുകളും ഫ്ലെയിൻ ഡക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴികൾ ബുധനാഴ്ച ദിവസം ഓടിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴികൾ കിട്ടുന്നുണ്ട്. ഏത് എന്നാന്ന് വെച്ചാൽ അതിന് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവരൊന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തൊരു ഓട്ടോറിക്ഷയിൽ ചേട്ടൻ വന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളിലും ഒരുപാട് കോഴികളുണ്ട് ഇതിൽ. അപ്പോൾ ആൾ പതിയെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2-3 പെട്ടികളൊക്കെ കാലിയായിട്ടുണ്ട്. പിന്നെ അപ്പോൾ തന്നെ ഗിനിക്കോഴി, ടർക്കി കോഴിയൊക്കെ ഉണ്ട്. ഇതിൽ നല്ല റേറ്റ് വരുന്നുണ്ട്. ഒരാഴ്ചത്തേതൊക്കെ റേറ്റ് നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഗിനിക്കോഴിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ ഭിത്തിമ മരുന്ന് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതിൽ 4 ടിക്ക് ഇട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ മരുന്ന് കൊടുക്കണം അതാത് സമയത്ത്. പിന്നെ അതുപോലെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരെ പെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചസാരയും ഉപ്പും കൂടിയിട്ട് നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് ഗ്ലൂക്കോസ് വെള്ളം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിലിനി പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലയിപ്പിച്ച് ചേർക്കണം ഈ പഞ്ചസാരയൊക്കെ. എന്നിട്ട് ഈ കോഴികൾക്കൊക്കെ ഇത് കൊടുക്കണം. അതായത് ഇത്രയും ലോങ്ങിൽ നിന്ന് വന്ന കാരണം കൊണ്ട് വീട്ടുകൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കൊടുക്കണം കേട്ടോ. വേറൊരു മരുന്ന് കൊടുക്കണില്ല. അതിന് ശേഷമാണ് നമ്മൾ 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പരമാവധി പെട്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കട്ടെ. ഈ പെട്ടിക്ക് 20 രൂപയാണ് വരുന്നത്. നമുക്ക് തൂക്കത്തിന് ഇവിടെ നിന്ന് ഒരു 8 രൂപ 5 രൂപയ്ക്കൊക്കെ നമുക്ക് ഈ പെട്ടി കിട്ടും. അപ്പോൾ ഇത് നല്ല റേറ്റാണ് അവിടെ പെട്ടി പുറത്തുനിന്ന് വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അത് കാരണം നല്ല റേറ്റ് വരുന്നത്. നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പെട്ടിക്ക് കത്തി വയ്ക്കും, അതാണ് കാര്യം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വാങ്ങിക്കുക. ഇനി ഈ പെട്ടിയുടെ ഉള്ളിൽ നമുക്ക് കുഞ്ഞുങ്ങളെ പതി ഇറക്കിയിട്ട് ഈ വെള്ളം ഒന്ന് കൊടുക്കാം. അപ്പം ഞാൻ ചെയ്യണ മാതിരി ഇതേപോലെ ചെയ്താൽ മതിട്ടോ. അപ്പോൾ വിറ്റങ്ങൾക്ക് വെള്ളം ഇപ്പോൾ ഒന്നും കുടിക്കില്ല. ഇവർക്ക് വെള്ളം ഒന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വെള്ളം മുക്കി പിടിച്ചാൽ മാത്രമേ ഇവർ കുടിക്കുള്ളൂ. ഇത് ഇത്തിരി ഒന്ന് ടേസ്റ്റ് കിട്ടി കഴിഞ്ഞ് പിന്നെ അവർ വന്ന് വെള്ളം കുടിച്ചോളും. അവരുടെ ദാഹം മാറ്റിക്കോളും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ബ്രൂഡറിലേക്ക് മാറ്റണം.
അതുപോലെ തന്നെ വീട്ടിൽ ആദ്യമായിട്ടാണ് സ്റ്റാർട്ടർ തന്നെ കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവരെ ഓരോരുത്തർ പിടിച്ച് ഈ വെള്ളം കുടിപ്പിക്കൽ ഇത്തിരി ചടങ്ങ് പിടിച്ച പണിയുണ്ടാ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി സമയം എടുത്തു. അപ്പോൾ ഇനി ഈ സ്റ്റാർട്ടറും കൂടി തിന്നോ നോക്കാം. അത്യാവശ്യം കൊത്തി തിന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ് കുഴപ്പമുണ്ടാവില്ല, അവർ ഫുള്ളും തിന്നോളും. നമ്മുടെ ബ്രൂഡറിൽ മുന്നത്തെ കോഴികളൊക്കെ ഇതിലിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ മെയിൻ കുട്ടിക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പേപ്പർ വിരിക്കുമ്പോൾ 2 പേപ്പർ ഒരുമിച്ച്, അതായത് 2 പേപ്പർ വെച്ചിട്ട് നിങ്ങൾ കട്ടിയിൽ വെക്കണം. അതല്ലെങ്കിൽ വെള്ളം വീണിട്ട് വേഗം നാശാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ആ പേപ്പർ അവർ തിന്നും കേട്ടോ. അപ്പോൾ അത് നനഞ്ഞത് വേഗം വറ്റി പോകാൻ വേണ്ടിയിട്ട് 2 പേപ്പർ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് ഈ ഗ്രില്ല് മൊത്തം ഫില്ല് ചെയ്യണം. പിന്നെ നനഞ്ഞത് അപ്പം മാറ്റണം. നമ്മളിത് ഒരാഴ്ച ഇടും ഈ പേപ്പർ, അത് കഴിഞ്ഞിട്ട് മാറ്റുള്ളൂ. നമ്മൾ കിലോന് വാങ്ങിയതാണ് ഇവിടെ ആക്രി കിടന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാടക്കോഴിയും അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ. അപ്പോൾ അവരിതിൽ ഇറക്കി വിടാം. ഇതിൽ ഇറക്കി വിടാറായിട്ടില്ല. അത് കാരണം നമ്മളൊരു വേറൊരു പെട്ടിയിലാക്കിയാണ്. ഇവർക്കും സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തില്ല, സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അപ്പുറത്ത് താറാവ് എടുക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച വാങ്ങിയ താറാവ് അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും തീറ്റിട്ട് കൊടുക്കണം, വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇതിലും തീറ്റയും വെള്ളം വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഇറക്കണമെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ വീട്ടിലേക്ക് എപ്പോഴും വേണ്ടത് വെള്ളമാണ്, തീറ്റയല്ല വേണ്ടത്. എപ്പോഴും എല്ലാ കോഴികൾക്കും എന്ത് സാധനം വളർത്തണമെങ്കിൽ അവർക്ക് അത്യാവശ്യം വെള്ളമാണ് വേണ്ടത്. ഭക്ഷണം കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളം നന്നായിട്ട് കിട്ടണം. പല യൂട്യൂബുകാരും മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇതിൽ ഏത് മരുന്ന് വയ്ക്കണം നമുക്ക് കറക്റ്റ് അറിയില്ല. അത് കാരണം നമ്മൾ മരുന്ന് കൊടുക്കാറില്ല, എപ്പോഴും വെള്ളം മാത്രമേ കൊടുക്കാറ്. അതിൽ നമ്മളിത്തിരി ലേശം മഞ്ഞപ്പൊടി ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഫുള്ളും ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇവരെ വലിപ്പമായ മാത്രമാണ് നമുക്ക് ഇതിൽ കാടക്കോഴികളെ അതിൽ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാടക്കോഴി പെട്ടെന്ന് ഈ കൂട് വിട്ട് ചാടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവരെ നോക്കിയിട്ടൊക്കെ കൂട്ടിയിൽ നിന്ന് മാറ്റിയിടണം. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയും കണ്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇത്തിരി ലെങ്ത് കൂടിയ വീഡിയോ ഉണ്ട്, അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാ. ഈ കോഴി വളർത്തുന്നവരും കോഴി വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.